ബില്ലുകളിലെ സമയപരിധിയിലെ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതി നാളെ വിധി പറയും. ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് റഫറൻസിന് മറുപടി നൽകുന്നത്. 14 വിഷയങ്ങളിലാണ് റഫറൻസിൽ രാഷ്ട്രപതി വ്യക്തത തേടിയിരിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, തീർത്തും നിർണായകമായിട്ടുള്ള വിധി. ഒരുപക്ഷെ കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും അധികം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത്. പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും ഉൾപ്പെടെ ഈ ബില്ലുകളിലെ സമയപരിധി നീണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തിൽ നിലവിൽ രാഷ്ട്രപതിക്ക് മേൽ ഒരു ജുഡീഷ്യൽ വിധി ഉണ്ടാകാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? നാളത്തെ വിധി എന്താകാനായിരിക്കും ഒരു സാധ്യത? നാളെ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതി വ്യക്തത വരുത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണഘടനയുടെ 143-ാം അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി 14 വിഷയങ്ങളിൽ ഈ റഫറൻസിൽ 14 വിഷയങ്ങളിൽ വ്യക്തത തേടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ തമിഴ്നാട് കേസിൽ ഈ ബില്ല് നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും അതുപോലെ തന്നെ ഗവർണർമാർക്കും സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ചിരുന്നു. ഇങ്ങനെ സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള 14 വിഷയങ്ങളിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ സുപ്രീം കോടതിയോട് വ്യക്തത തേടിയിരിക്കുന്നത്. ഭരണഘടനയുടെ 200-ഉം 201-ഉം അനുച്ഛേദ പ്രകാരമുള്ള വിഷയങ്ങളിലായിരുന്നു ഈ വ്യക്തത തേടിയിരുന്നത്. ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ്, ജസ്റ്റിസുമാരെ സൂര്യകാന്ത്, വിക്രംനാഥ്, P.S. നരസിംഹ, A.S. ചന്ദ്രുക്കർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് നാളെ ഈ 14 ചോദ്യങ്ങൾക്കുള്ള സുപ്രധാനമായ ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. രാഷ്ട്രപതിയുടെ റഫറൻസ് മടക്കണമെന്ന് കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. കാരണം നേരത്തെ ഈ ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ജസ്റ്റിസ് JB പർട്ടിവാലയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതാണെന്നും അതുകൊണ്ട് തന്നെ അതിൽ വ്യക്തത വരുത്തേണ്ട കാര്യമില്ല എന്നുമായിരുന്നു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വാദിച്ചിരുന്നത്. ഈ എതിർപ്പിനെ സംബന്ധിച്ചുള്ള നിലപാട് നാളെ സുപ്രീം കോടതി വ്യക്തമാക്കുന്നതായിരിക്കും. ഏതായാലും കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ ഭരണ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് അല്ലെങ്കിൽ ഈ വ്യക്തത വരുത്തുന്ന 14 ചോദ്യങ്ങളിൽ വരുത്തുന്ന വ്യക്തത അതിനിർണായകമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഗവർണർമാരുടെ അധികാരം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഭാവിയിൽ ഇത് വലിയൊരു നിർണായകമായി മാറുവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു ഉത്തരവാണ് നാളെ സുപ്രീം കോടതിയിൽ നിന്ന് രാവിലെ 10:30 ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെ അവസാന പ്രവൃത്തി ദിവസം മറ്റന്നാളാണ്. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് ഞായറാഴ്ച വിരമിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇതിന് മുന്നോടിയായാണ് അദ്ദേഹം കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് കേട്ടിരുന്ന ഏറ്റവും നിർണായകമായ ഈ കേസിൽ സുപ്രീം കോടതി ഇപ്പോൾ വിധി പ്രസ്താവിക്കാൻ വേണ്ടി പോകുന്നത്. ബാലു, അതായത് നിലവിലിപ്പോൾ ഭരണഘടനയുടെ വകുപ്പുകൾ 200, 201 ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി റഫറൻസിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. പ്രധാനമായും നമ്മുടെ നീതിന്യായ ചരിത്രമനുസരിച്ച്, ജുഡീഷ്യൽ ചരിത്രമനുസരിച്ച് ഇത്തരത്തിൽ രാഷ്ട്രപതിയുടെ റഫറൻസിൽ മറിച്ചൊരു വിധി അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ മുൻപ് എപ്പോഴെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ? പക്ഷേ ഇതിലൊരു വിധി അല്ല യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. കാരണം രാഷ്ട്രപതി ഇക്കാര്യത്തിൽ ഈ 14 വിഷയങ്ങളിലുള്ള ഈ സുപ്രീം കോടതിയോട് വ്യക്തത തേടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 14 വിഷയങ്ങളെ സംബന്ധിച്ചും സുപ്രീം കോടതി തങ്ങളുടെ വിധി പ്രസ്താവത്തിൽ അതായത് പറയാൻ വേണ്ടി പോകുന്ന വിധി പ്രസ്താവത്തിൽ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ നിലപാട് വ്യക്തമാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രാഷ്ട്രപതിയുടെ റഫറൻസ് മടക്കണമെന്നൊരാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളവും തമിഴ്നാടും പശ്ചിമബംഗാളും പഞ്ചാബും സുപ്രീം കോടതി ഉന്നയിച്ചിരുന്നു. പക്ഷെ ആ കാര്യത്തിൽ സുപ്രീം കോടതി അനുകൂലമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ഈ റഫറൻസുമായി ബന്ധപ്പെട്ട് 10 ദിവസത്തെ വാദം കേൾക്കൽ സുപ്രീം കോടതിയിൽ നടന്നിരുന്നു. ഈ നാളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സുപ്രീം കോടതിക്ക് ഇങ്ങനെ സമയപരിധി നിശ്ചയിക്കാൻ വേണ്ടി കഴിയുമോ, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾ, സംസ്ഥാന മന്ത്രിസഭകൾ നൽകുന്ന ഉപദേശം പാലിക്കാൻ ഗവർണർമാർക്ക് ബാധ്യതയുണ്ടോ തുടങ്ങിയത് ഉൾപ്പെടെയുള്ള സുപ്രധാനമായ 14 വിഷയങ്ങളിലാണ് സുപ്രീം കോടതി നാളെ ഈ ഉത്തരവ് അല്ലെങ്കിൽ വ്യക്തത വരുത്താൻ വേണ്ടി പോകുന്നത്. ആ വ്യക്തതയുടെ അടിസ്ഥാനത്തിലായിരിക്കും സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന മറ്റ് കേസുകളിലേക്ക് തീരുമാനമുണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു റഫറൻസ് ആണ്. ആ റഫറൻസ് എന്ന് പറയുമ്പോൾ അതിനെ പൂർണ്ണമായും നിരാകരിക്കുന്ന തരത്തിലുള്ളതായിരിക്കില്ല. 14 ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമായിരിക്കും സുപ്രീം കോടതി ഭാഗത്ത് നിന്ന് നാളെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും 14 ചോദ്യങ്ങളാണ് രാഷ്ട്രപതി കോടതിക്ക് മുൻപാകെ വെക്കുന്നത്. ആ 14 ചോദ്യങ്ങളിലുള്ള കോടതിയുടെ നിലപാട് എന്ത്, മറുപടി എന്ത് എന്നുള്ള നിർണായകമായിട്ടുള്ള തീരുമാനം അത് നാളെ രാജ്യം അറിയും. കേരളം ഉൾപ്പെടെ ഇതിന് മറുപടി നൽകരുത് എന്നുള്ള ആവശ്യം സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. വിഷയത്തിൽ എതിർപ്പും കോടതി നാളെ പ്രകടിപ്പിക്കും. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകുന്നത്.